ഹലോ, ഇത് ഞങ്ങൾ കൊടുമ്പടിയിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നാടുകാണി വ്യൂ പോയിൻ്റ്. അപ്പോൾ നാടുകാണി വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പോയതല്ല, ഞങ്ങൾക്ക് അവിടെ പോകേണ്ട വേറൊരാവശ്യം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ചുമ്മാ തപ്പി ഇവിടെ അടുത്ത് എന്താ ഉള്ളത് എന്ന് നോക്കിയപ്പോൾ നാടുകാണി വ്യൂ പോയിൻ്റ് ഉണ്ടത് കാണിച്ചു. അപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ള പോക്കാണിത്. ഇതിനു മുമ്പ് ഞങ്ങൾ പോയിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആര് പോയാരെ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നടക്കാനുണ്ടോ ഒന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവിടെ അടുത്ത് വരെ പോകുന്നുണ്ട്, അപ്പം ചുമ്മാ പോയേക്കാം എന്നോർത്ത് പോവാ. അപ്പോൾ അതേ നാടുകാണി വ്യൂ പോയിന്റും പറഞ്ഞിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പിട്ടാണ് പോയത്. മാപ്പിട്ട് പോയി ഇവിടെ എത്തിയപ്പം ഡെസ്റ്റിനേഷനായി. ഞങ്ങൾ ഇറങ്ങി. ഓർത്ത് ഇതാണോ ഇനി നാടുകാണി വ്യൂ പോയിന്റ് എന്ന്. ഇങ്ങനെ വെറുതെ ഇറങ്ങി കൈത്തോട്ടത്തിനിടയ്ക്കൂടെ നടന്നു. ഇനി അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവിടെ വല്ല വ്യൂ പോയിന്റോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടാവും എന്നൊക്കെ ഓർത്ത് ഞങ്ങളിങ്ങനെ നടന്ന് ഇറങ്ങി പോവുകയാണ്. പക്ഷേ തോന്നുന്നില്ല അവിടെ ഉണ്ടാവും തോന്നുന്നില്ല. സ്ഥിരമായിട്ട് ആൾക്കാർ പോകുന്ന ഒരു ലക്ഷണമൊന്നും അവിടെ കാണുന്നില്ല. അത് ചുമ്മാ ഒരു കരുത്തോട്ടമാണ്. പിന്നെ അങ്ങേ അറ്റത്ത് കുറേ മലനിരയും കുറേ പാർക്കെട്ടും. പക്ഷെ കാണാൻ കൊള്ളാം. ഇതുപോലെയല്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഞങ്ങളിങ്ങനെ പതുക്കെ ഇറങ്ങി അപ്പുറത്ത് എന്താ എന്ന് അറിയാനായിട്ട് ഇങ്ങനെയുള്ള പോക്കാണ്. ഇങ്ങനെ നടന്ന് ചെന്നപ്പോൾ മൂഞ്ചി. അവിടെ കുറേ ഇഞ്ചയും പയറും കാട്ടുപയറൊക്കെ കയറി ഇങ്ങനെ കിടപ്പുണ്ട്, ഒന്നും കാണാനില്ല. അവിടെ അങ്ങ് നിന്നത് തന്നെ ഇവിടെ വന്നപ്പോഴും കാണാനുള്ളൂ. നാടുകാണി വ്യൂ പോയിന്റ്. ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? അവിടെ കുറെ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്തിട്ടുണ്ട്, കുറെ മരുന്ന് കുപ്പി. പിന്നെ ഞങ്ങള് തിരിച്ചിറങ്ങി വ്യൂ പോയിന്റ് ഒക്കെ എവിടെയാണ് തപ്പി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ചുകൂടെ പുറയിലേക്ക് മാറി നേരെ ഓപ്പോസിറ്റ് മേളിലേക്കൊരു കുന്ന് കയറി ചെല്ലുന്നതാണ് നാടുകാണി വ്യൂ പോയിന്റ് എന്നുള്ളൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു. പക്ഷേ കെട്ടിയവൾക്ക് നല്ല ജലദോഷവും ചെറിയൊരു ശ്വാസമുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വലിഞ്ഞു കയറാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കയറിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ട് നടക്കാനുണ്ട്, നല്ല കുന്നാന്നാണ് പറഞ്ഞത്. വണ്ടി കയറുകയില്ല, വണ്ടി വഴി ഇട്ടിട്ട് നടന്ന് വേണം കയറാൻ. അപ്പോൾ പിന്നെ ഞാനും മടുത്തായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജലദോഷമുണ്ട്, കെട്ടിയവർക്ക് ചെറിയൊരു ശ്വാസമുട്ടലുള്ളത് കൊണ്ട് എന്തായാലും കയറി ചെല്ലുമ്പോൾ പരിപ്പളവും. പിന്നെ കയറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.